Hello everyone, welcome to my channel. This is Abhijit SB. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അവിടെ നിന്ന് അവനായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകാം. അപ്പോൾ നമുക്ക് ബാക്കി വഴിയേ പറയാം. നമ്മുടെ രാമനാട്ട് വിൽസിലാണ് റോയൽ ഫീൽഡ് ഒരു ഔട്ട്ലെറ്റിലാണ്. ഇവിടെ ടൈം 12:30. അപ്പോൾ സംസാരിച്ച് സമയം കളയുന്നില്ല. എല്ലാം കൂടെ ഓക്കെ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആറ്റിങ്ങൽ രാമനാട്ട് വിൽസിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ മെറ്റിയറിൻ്റെ ലോഞ്ച് നമ്മളിവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. ഹായ്, അപ്പം ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി ഈ വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ സംഭവം ജസ്റ്റ് എൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് ആണ്, ടെക്നിക്കൽ സ്പെക്കുകളൊന്നുമല്ല. അതൊക്കെ ഓൾറെഡി ഒരുപാട് നല്ല പേര് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ 360 എന്ന് പറഞ്ഞതിൻ്റെ സൂപ്പർനോവ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് റൈഡ് അടിക്കാം. നമുക്ക് ആറ്റിങ്ങൽ ഷോറിൽ നിന്നാണ് ടെസ്റ്റ് റൈഡിൻ്റെ വണ്ടി ഇട്ടേക്കുന്നത്. 2 ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്താണ് നാവിഗേഷൻസും വരുന്നത്. ഇവിടെയാണ് വണ്ടിയുടെ സ്പീഡോമീറ്റർ സംഭവങ്ങളൊക്കെ ഇതിനകത്താണ്. ഇൻഡിക്കേറ്റേഴ്സായിട്ട് ABS, ബാറ്ററി, ഫ്യൂവൽ, എൻജിൻ ഓയിൽസ്, ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇവിടെയുണ്ട്, ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈമും. ഇതാണ് നാവിഗേഷൻ കൺട്രോളർ. ഏകദേശം തണ്ടർബേർഡിൻ്റെ തന്നെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. വണ്ടിയുടെ ഗിയർ ലിവർ ആണെങ്കിലും ഫുഡ് പെഗ് ആണെങ്കിലും എല്ലാം തണ്ടർബേർഡിൻ്റെ തന്നെയാണ് വരുന്നത്. ഈ നാവിഗേഷൻ സിസ്റ്റം ഇതിനകത്ത് ഇനേബിൾ ചെയ്തിട്ടില്ല. അത് ആക്ച്വലി ബ്ലൂടൂത്ത് ഡിവൈസ് വെച്ച് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇനേബിൾ ചെയ്യാനാണ് ഷോറൂമിലെ ടെക്നിക്കൽ ടീം പറയുന്നത്. ഒരു റോഡ് ക്രൂസർ തന്നെയാണ്. റോഡിൽ കൂളായിട്ട് നമുക്കൊരു സ്പീഡൊക്കെ പിടിച്ച് നമുക്ക് കൂളായിട്ട് ചില്ലായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. ടോട്ടൽ റെസ്പോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ റെസ്പോൺസ് കുറച്ച് കുറവ്, ഒരു 50 നമ്മുടെ സ്പീഡിലേക്ക് ആ ഒരു ഇത് തന്നെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ വണ്ടിയുടെ വൈബ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ വൈബ്രേഷൻ്റെ സംഭവമേ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല. അത് ആക്ച്വലി എടുത്ത് പറയണം. കാരണം ഞാൻ ഡ്രൈവിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാൻ ബൈക്ക്. എനിക്ക് നന്നായിട്ട് ആ റോഡ് എൻഫീൽഡിൻ്റെ ആ ഒരു വൈബ്രേഷനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയാമെന്നുള്ളത് തന്നെ ഞാൻ പറയുകയാണ്. ഈ വണ്ടിക്ക് ആ ഒരു വൈബ്രേഷൻ സംഭവം വന്നിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുത്ത ആ വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്ത് കൊടുത്ത ആ ഒരു ഈ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീറ്റർ സംഭവങ്ങളിൽ ഇത് രണ്ട് ഡേ ലൈറ്റിലും നല്ല വെളിച്ചം ഉണ്ടെങ്കിലും നല്ല വെട്ടം അടിക്കുന്നുണ്ടെങ്കിലും ക്ലിയർ വിസിബിലിറ്റിയാണ് ഇത് രണ്ട്.
ഇതിനകത്ത് ഹസാർഡ് സംഭവം വരുന്നുണ്ട്. നമുക്ക് ഹസാർഡിൻ്റെ വേറെ കണക്ഷൻ സ്വിച്ച് ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി അവർ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മൊബൈൽ ഹോൾഡറിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന രീതിയിലാണ് അവർ ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻസ് ഇവിടെ തന്നെ കാണിക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രേക്കിംഗ് ബൈക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ABS കുഴപ്പമില്ല, സാധാ റോയൽ എൻഫീൽഡിൻ്റെ ആ ബ്രേക്കിംഗ് ബൈറ്റേ ഇത് വന്നിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ നോക്കിയാലും കാണാം എൻ്റെ കാല് ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് സെൻട്രൽ ബെഡിനകത്തുള്ളത് നല്ലൊരു കുഷ്യൻ, ഒരു സീറ്റിനകത്ത് കയറി ഇരിക്കുന്ന ആ ഒരു ഫീലുണ്ട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ. ഒരു ഫീല് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എങ്ങനെയൊക്കെ പോയാണെങ്കിൽ ഒരു അറൗണ്ട് 200 കിലോമീറ്റേഴ്സൊക്കെ ചില്ലായിട്ട് ഇരുന്ന് റൈഡ് ചെയ്ത് പോകാൻ പറ്റും കുറേ ദൂരം. സാവധാനം മര്യാദയ്ക്കുള്ള സ്പീഡിലൊക്കെ പോകണം. 80 to 100 മാസൊക്കെ ആ ഒരു ലെവലിൽ പോകാൻ പറ്റും. ഇരിക്കുമ്പോൾ ഇരിക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് ഓഫ് റോഡിങ് പൊസിഷനിലേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാമായിരിക്കും. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതിൽ വേറെ വണ്ടി റിലേറ്റഡ് പറയുന്നില്ല. എന്നാലും വണ്ടിയുടെ ആ രൂപഘടനയും സ്പെസിഫിറ്റി നോക്കണമെങ്കിൽ ഇതൊരു ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റി ഉള്ളൊരു ബൈക്കായിട്ട് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കണമെങ്കിൽ ഇതൊരു ഓഫ് റോഡിങ് സംഭവമായിട്ടൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഓഫ് റോഡിങ് സജസ്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും സ്റ്റിൽ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുപോലെ അയാൾക്ക് ഓഫ് റോഡിങ് ചെയ്യുന്ന പാഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഓഫ് റോഡ് കണ്ടിന്യൂ ചെയ്യാം. ഇതിനെ ഞാൻ ജസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ 80 ആണ്. സ്ട്രെല്ലൊക്കെ പറയുമ്പോൾ ഒരു 80-ൽ പോകാൻ നല്ലൊരു സുഖമുണ്ട്. അതിന് മേലോട്ടുള്ളൊരു സ്പീഡ് എന്ന് പറയാൻ എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. ബ്രേക്കിംഗ് ഫൈറ്റും പഞ്ചിങ് ഒക്കെ ഉണ്ടെങ്കിലും ആ 80-ക്ക് ശേഷമുള്ള ഒരു സ്പീഡ് എന്ന് വെച്ചാൽ വണ്ടി കയറണ്ടേ എന്നുള്ളൊരു ഡൗട്ടിൽ പോകുന്നൊരു പോലെയാണ് ഫീൽ ചെയ്യാറ്. ഇതിൻ്റെ ആ ഹെഡ്ലൈറ്റ് സംഭവം നൈസായിട്ടുണ്ട്. വണ്ടിയുടെ കീ ഓണിൽ തന്നെ നമ്മുടെ ആ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സംഭവം അത് നൈസായിട്ടുണ്ട്. പിന്നെ മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു മീറ്റർ, പിന്നെ ഇതൊക്കെ ഒരു പുതിയ സംഭവം തന്നെ എൻഫീൽഡ് കൊണ്ടുവന്നേക്കണേ. ഒരു എൻജിൻ കിൽ സ്വിച്ച്, ഹസാർഡ് സ്വിച്ച് ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു റിവ്യൂ കൂടെ പറയാം. വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി പറ്റിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം. കാരണം ഇന്നിപ്പം ഒരുപാട് ടൈമായി. അപ്പോൾ വണ്ടി ഷോറൂമിൽ തിരിച്ചു കൊടുക്കണം. ഒന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ തന്നെ ഈ വണ്ടിയെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് മോഡലാണ് ഈ ഒരു കാണുന്നത്. ഇതിൻ്റെ സൂപ്പർനോവ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റാണ് ഈ കാണുന്നത്. ടെയിൽ ലാമ്പൊക്കെ അത്യാവശ്യം ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇതൊരേറ്റവും വേറൊരു വണ്ടിയിലും ബുള്ളറ്റിൻ്റെ വേറൊരു വണ്ടിയിലുള്ള ഒരു കോപ്പിയും ഇതിനകത്ത് കാണാനില്ല. സീറ്റിംഗ് നല്ല സുഖമുണ്ട്, നല്ലൊരു സുഖമുണ്ട്. ഇരുന്ന് പോകുമ്പോഴും ഞാൻ ടൂറിംഗ് ഒക്കെ പോകാനാണെങ്കിലും നല്ലൊരു സുഖമുള്ളൊരു സീറ്റ് തന്നെയാണ്. പില്ലിയൺ സീറ്റ് കംഫർട്ട് എനിക്കറിയില്ല. അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. പിന്നെ മെയിൻലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു റോയൽ എൻഫീൽഡ് ഇൻക്ലൂഡിങ് ഇൻ്റർസെപ്റ്ററിന് പോലുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്കിൻ്റെ സൈസാണ്. ആ ഡിസ്കിൻ്റെ സൈസ് കണ്ടാൽ അറിയാം. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വലിയ സൈസുള്ള ഡിസ്ക് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു വേരിയൻറ്റിലാണ് അത്യാവശ്യം ക്രോം ഫിനിഷും സംഭവങ്ങളൊക്കെ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു വേരിയൻറ്റ് മാത്രമേ ബാക്ക് റെസ്റ്റും വരുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അയൺ ഹെഡിൻ്റെ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു അയൺ ഹെഡിൻ്റെ റിവ്യൂ വീഡിയോയ്ക്ക് ശേഷം കൂടുതൽ യൂസ് ചെയ്തിട്ട് എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ബൈക്ക് മേടിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എനിക്ക് ഈ ബൈക്ക് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും അണ്ടിൽ ദെൻ ബൈ.